Hello friends, ഇന്ന് ട്രാൻസ്ഫോമറിന്റെ ഈ സെഷനിൽ നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോമറും പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ നോ ലോഡും ഫുൾ ലോഡും, നിങ്ങൾക്കറിയാം ലോഡഡ് കണ്ടീഷനിൽ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൽ വരുന്ന വേരിയേഷൻസ് എന്തൊക്കെയാണ്, ദെൻ മാഗ്നറ്റൈസിങ് കറണ്ട് എന്താണ്, വർക്കിംഗ് കമ്പോണന്റ് ഓഫ് കറണ്ട് എന്താണ്, ദാറ്റ് മീൻസ് നോ ലോഡ് കറണ്ട് എന്താണ്, ഫുൾ ലോഡ് കറണ്ട് എന്താണ്, അതൊരു പവർ ട്രാൻസ്ഫോമർ ആണെങ്കിൽ എങ്ങനെയാണ്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണെങ്കിൽ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ട്രാൻസ്ഫോമറിന്റെ ടെസ്റ്റുകൾ, ഏതൊക്കെ ടൈപ്പ് ടെസ്റ്റുകൾ ഉണ്ട് അതൊക്കെ നമുക്ക് നോക്കണം. അതിനുശേഷം നമുക്ക് എഫിഷ്യൻസി, വോൾട്ടേജ് റെഗുലേഷൻ ടെസ്റ്റുകൾ, ഏതൊക്കെ ടെസ്റ്റുകൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ടെസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, നോ ലോഡ് ടെസ്റ്റ്, ഫുൾ മീൻസ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, സമ്പനർ ടെസ്റ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓരോന്നും ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നോർമലി യൂസ് ചെയ്യുന്നത്. നോട്ട് ഓൺലി ഫോർ എഫിഷ്യൻസി കാൽക്കുലേഷൻ, വേറെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഇതുവരെ ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും, ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ട്രാൻസ്ഫോമറിന്റെ സെഷൻസ് കംപ്ലീറ്റ് ആയാൽ നമുക്ക് ഒരു PYQ സെഷൻ ഓഡിബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് മാത്രമല്ല വോയിസ് ഇത് ചെയ്തിട്ട് ഡൗട്ട്സ് ചോദിക്കാനുള്ള ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷനും ഒരു PYQ സെഷനും ഉണ്ടായിരിക്കും. അപ്പം eMerytന്റെ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഉറപ്പായിട്ടും നമുക്ക് PYQ ആയിട്ട് മീറ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ സെഷൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ആൻഡ് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ. വാട്ട് ഡു ഐ മീൻ ബൈ ലീക്കേജ് ഫ്ലക്സ്? ഇപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു, കോർ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, വൈൻഡിങ്സ് പറഞ്ഞു. ആൻഡ് യു നോ ദാറ്റ് ദ വൈൻഡിങ് അല്ലെ, ഇവിടെ എന്താണ് വൈൻഡിങ്? ഒരു പെർട്ടിക്കുലർ ട്രാൻസ്ഫോമറിൽ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, കോർ ഉണ്ട്, ഷെല്ലുണ്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടു. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസ്ഫോമറിൽ ഇവിടുന്ന് ഉള്ള ഫ്ലക്സ് അല്ലെ, ദാറ്റ് മീൻസ് ദ ഫ്ലക്സ് ഫ്രം ദിസ് സൈഡ്, പ്രൈമറി സൈഡ്. പ്രൈമറി സൈഡ് is that one where we are giving the input voltage. So in that sense the flux is linked with the secondary, and in ideal case you are neglecting the resistance, the inductive effect, inductive reactance etc. of the പ്രൈമറി സൈഡ്. ഓക്കെ, നമ്മൾ ഇവിടെ പറഞ്ഞു മാഗ്നറ്റിക് കോർ വഴി ഫ്ലക്സ് എന്തിനോട് ലിങ്ക് ചെയ്യുന്നുണ്ട്? സെക്കൻഡറി സൈഡിലേക്ക് ലിങ്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് we are assuming that that is a uniform flux അല്ലെ, അതായത് മെയിൻ ആയിട്ട് പ്രൈമറിയിൽ എത്ര ഫ്ലക്സ് ഉണ്ടാവുന്നു അത് ഫുൾ ആയിട്ട് നമ്മൾ സെക്കൻഡറി ലിങ്ക് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പൊ ഇവിടെ കുറച്ച് ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ലീക്കേജ് ഫ്ലക്സ് ആയിട്ട് പോകുന്നുണ്ട്. വാട്ട് ഡു മീൻ ബൈ ലീക്കേജ് ഫ്ലക്സ്? ദ ഫ്ലക്സ് വിച്ച് ഈസ് സ്പ്രെഡ് ത്രൂ ദ എയർ, എയറിലേക്ക് പോകുന്നുണ്ട്, ലോസ്റ്റ് ഫ്ലക്സ് ആവുന്നുണ്ട്. ദെൻ ഇത് എങ്ങനെയാണ് ലോസ്റ്റ് ആവുന്നത്? നമുക്കറിയാം ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് ഒരു ഇലക്ട്രിക്കൽ വൈൻഡിങ് ആണ് അല്ലെ. നമുക്ക് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് തന്നെ ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ വൈൻഡിങ്ങിന് ഒരു ചെറിയ റെസിസ്റ്റൻസ് അല്ലെ, ദ റെസിസ്റ്റൻസ് ഓഫ് ദ വൈൻഡിങ് ഇസ് ദെയർ ആൻഡ് ദർ ഈസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഫോർ ദ വൈൻഡിങ്. പക്ഷെ നമുക്ക് വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് നെഗ്ലിജിബിളി സ്മോൾ. നമ്മളിപ്പം എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ, അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 98%, നിയർലി 98% ആണ് നമ്മളുടെ എഫിഷ്യൻസി. ഈ ബാക്കി 2% എവിടെ പോകുന്നു? നോർമലി പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ is having efficiency of 98%. Definitely this is a PSC question, previous PSC question ആണ്. 98% ആണ് ഒരു ട്രാൻസ്ഫോമർ, നിയർലി 98%. and what happens to the rest? ആ ബാക്കിയുള്ള 2 to 5% എന്ന് നമ്മൾ പറയും. അതെന്താണ്? that is for magnetizing the core. മാഗ്നറ്റൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഡക്ടൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, അതിന്റെ വകയായിട്ട് കുറച്ച് എന്ത് പോകുന്നുണ്ട്? ലോസ് പോകുന്നുണ്ട്. ബട്ട് that permeability, that is കോറിന്റെ ഒരു പെർമിയബിലിറ്റി ഉണ്ട് അല്ലെ. കോറിന് ലെഗ് ഓർ ലിംബ് ഉണ്ട്, യോക്ക് ഉണ്ട്. ആൻഡ് ദ പെർമിയബിലിറ്റി ഓഫ് ദ കോറില് കുറച്ച് ഭാഗം എന്തായി പോകുന്നുണ്ട്? ലീക്കായി പോകുന്നുണ്ട്. നമ്മൾ വെള്ളം ലീക്ക് ആവുമെന്ന് പറയില്ലേ, അതുപോലെ ദ ഫ്ലക്സ് ഈസ് ലീക്കേജ് ബിക്കോസ് ഓഫ് ദ കോർ പെർമിയബിലിറ്റി ആൻഡ് ദ വൈൻഡിങ് റെസിസ്റ്റൻസ്. അപ്പൊ വൈൻഡിങ് റെസിസ്റ്റൻസും ഈ കോർ പെർമിയബിലിറ്റിയും ഒക്കെ ഡിപ്പെൻഡന്റ് ആയിട്ട് കുറച്ച് ഫ്ലക്സ് ഈ കോറിൽ നിന്നല്ലാതെ പുറത്തേക്ക് എയർ പാർട്ടിലേക്ക് പോകുന്നുണ്ട്. ആ ഫ്ലക്സിനെ പറയുന്ന പേരാണ് എന്ത്? ലീക്കേജ് ഫ്ലക്സ്. അപ്പൊ അതൊരു നഷ്ടമാണ് അല്ലേ. അപ്പൊ നോ
നോർമലി there are two types of transformer speaking. രണ്ട് രീതിയിലുള്ള ട്രാൻസ്ഫോമർ നമുക്ക് ഇങ്ങനെ ലീക്കേജ് ഫ്ലക്സിന്റെ രീതിക്ക് പറയാം. എന്താണ്? one is ideal transformer. What do you mean by ideal case? ഒരിക്കലും നമുക്ക് നടക്കാത്ത കേസ് അല്ലെങ്കിൽ 100% എഫിഷ്യന്റ് ആയിട്ട് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യും എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ that type of transformer is known as ideal transformer. എന്ന് വെച്ചാൽ ഒരു ലോസും ഇല്ല. എത്ര ഫ്ലക്സ് പ്രൈമറിയിൽ ഉണ്ടാകുന്നു അത്രയും ഫ്ലക്സ് എന്തിലുണ്ടാകുന്നു? സെക്കൻഡറിയിലും ലിങ്ക് ചെയ്യുന്നു. അതായത് എത്ര വോൾട്ടേജ് പ്രൈമറിയിൽ ഉണ്ടാവുന്നു, സപ്പോസ് EMF induced in the primary is E1 and that E1 is equal to E2 in the case of ideal transformer. Okay, നമ്മൾ E1 ഉം E2 ഉം പഠിച്ചിട്ടുണ്ട്. എന്താണ്? EMF induced in the primary and EMF induced in the secondary. And when you are speaking in ideal case, that EMF only depend upon the number. അവിടെ നമ്മൾ EMF equation phi-m എന്നൊരു വാല്യൂ കണ്ടായിരുന്നു അല്ലേ, ഫ്ലക്സ്. ആൻഡ് phi-m is taken as constant in the primary and secondary. only number of turns നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും ആരാണെങ്കിൽ? ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ. അപ്പൊ ലീക്കേജ് ഫ്ലക്സ് ഇല്ല ആരില്? ഐഡിയൽ കേസിൽ അല്ലെ. അപ്പൊ നോർമലി ഐഡിയൽ കേസിൽ ലീക്കേജ് ഫ്ലക്സ് ഇല്ല. ഫ്ലക്സ് എത്ര ക്രിയേറ്റ് ചെയ്യുന്നു അത്രയും ഫ്ലക്സ് എവിടെ തന്നെ ലിങ്ക് ചെയ്യുന്നുണ്ട്? സെക്കൻഡറിയിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, winding resistance is negligible. That is, we are taking there is no winding resistance. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, കഴിഞ്ഞ സെഷനിൽ കണ്ടു, ഇലക്ട്രിക്കൽ പാർട്ട് ആയിട്ടുള്ള ഈ വൈൻഡിങ് കൊടുത്തിരിക്കുന്നത് കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം അല്ലെ. വൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം ആണ്. കണ്ടക്ടർ, നോർമൽ കണ്ടക്ടേഴ്സ് ആണ്. അപ്പൊ ഈ നോർമൽ കണ്ടക്ടേഴ്സിൽ എന്തുണ്ടാവും? ചെറിയ തോതിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. വാട്ട് ഡു യു മീൻ ബൈ റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് ഇസ് ദ ഒപ്പോസിഷൻ ഗിവൺ ടു ദ കറന്റ് ഫ്ലോ. അപ്പൊ എപ്പോഴെവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുന്നോ അവിടെ എന്തുണ്ടാവും? കുറച്ച് ലോസസ് ഉണ്ടാവും അല്ലെ. അപ്പോ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? ഇവിടെ ലോസസ് ഒന്നും ഇല്ല. ഓക്കെ, സോ നോ ലീക്കേജ് ഫ്ലക്സ് മാത്രമല്ല വൈൻഡിങ് റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ് എന്നുള്ളതാണ് നമ്മളുടെ ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ. എന്ന് വെച്ചാൽ വൈൻഡിങ് റെസിസ്റ്റൻസ് ഈസ് ടേക്കൺ ആസ് 0. പക്ഷെ നമ്മളുടെ പ്രാക്ടിക്കൽ കേസിൽ എന്താകും? ഇതെല്ലാം മാറും. ഓക്കെ, ദെൻ അയൺ ലോസ് ആബ്സെന്റ്. അയൺ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലി നമ്മൾ പ്രൈമറി സൈഡിൽ സപ്ലൈ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്ലക്സ് ഉണ്ടാവുന്നു. എവിടെയാണ്? മാഗ്നറ്റിക് കോറിൽ അല്ലെ. സോ കോറിലാണ് എന്തുണ്ടാവുന്നത്? മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ മാഗ്നറ്റിക് സ്റ്റിക്ഷൻ പറഞ്ഞപ്പോ പറഞ്ഞു ഇറ്റ് ഈസ് മാഗ്നറ്റൈസ്ഡ് ആൻഡ് ഡീമാഗ്നറ്റൈസ്ഡ്. The core is magnetized and demagnetized and an alternating flux is produced. അല്ലെ. അപ്പൊ ഫ്ലക്സ് എവിടെയാണ് ഉണ്ടാവുന്നത്? മാഗ്നറ്റിക് കോറിൽ. ആൻഡ് whenever there is a magnetic core flux, അപ്പൊ പണ്ട് നമ്മൾ BH കർവ് പഠിക്കുമ്പോൾ പറയുന്നുണ്ട് മാഗ്നറ്റൈസേഷൻ ആൻഡ് ഡീമാഗ്നറ്റൈസേഷൻ ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ ദി സെയിം വേ. അവിടെ എന്തുണ്ടാവുന്നുണ്ട്? കുറച്ച് ലോസസ് ഉണ്ടാവുന്നുണ്ട്. ഏതൊക്കെ ലോസസ് ആണ് നമുക്കറിയുന്നത്? മാഗ്നറ്റൈസേഷനിൽ ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് എഡി കറന്റ് ലോസ് അല്ലെ. എഡി കറന്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ സർക്കുലേറ്റിംഗ് കറന്റ്. മാഗ്നറ്റിക് മെറ്റീരിയലിൽ ഉണ്ടാവുന്ന എക്സ്ട്രാ ആയിട്ട് കോറിന്റെ മാഗ്നറ്റിക് മെറ്റീരിയലിലും വൈൻഡിങ്ങിന്റെ മെറ്റീരിയലും എന്ത് തന്നെയാണ്? മാഗ്നറ്റിക് മെറ്റീരിയൽ തന്നെയാണ് അല്ലെ. അപ്പൊ അതിലുണ്ടാക്കുന്ന ചെറിയ സർക്കുലേറ്റിംഗ് കറന്റ് അല്ലെ, അതാണ് എഡി കറന്റ്. ആ എഡി കറന്റ് കൊണ്ട്, അതുപോലെ പാത്ത് എന്ന് പറയുന്നത് മാഗ്നറ്റൈസ് ചെയ്യുന്ന അതേ പാത്തിലല്ല ഡീമാഗ്നറ്റൈസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് there is a wide change, ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് അല്ലെ. ആ ചേഞ്ച് മൂലം എന്തുണ്ടാവുന്നത്? ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം വിച്ച് ആർ ദ അയൺ ലോസസ്? ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് എഡി കറന്റ് ലോസ്. എങ്ങനെയാണ് ഈ ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും ഉണ്ടാവുന്നത്? ഡ്യൂ ടു ദി മാഗ്നറ്റൈസേഷൻ പാർട്ട് ഓഫ് ദിസ് കോർ. കോറിന്റെ മാഗ്നറ്റൈസേഷൻ കാരണം ഉണ്ടാവുന്ന ലോസ് ആണ് ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും. നമ്മൾ പറയുന്നത് ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഈ മാഗ്നറ്റൈസേഷൻ ഡീമാഗ്നറ്റൈസേഷൻ വളരെ പെർഫെക്റ്റ് ആണ്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഇൻ ദ കേസ് ഓഫ് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ. നോർമലി നമ്മളുടെ ട്രാൻസ്ഫോമറിൽ ഈ അയൺ ലോസ് ഒക്കെ പ്രസന്റ് ആണ് അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് ഹമ്മിങ് സൗണ്ട് കേൾക്കുന്നത്, മാഗ്നറ്റിക് സ്റ്റിക്ഷൻ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം ഇവിടെ കേസിൽ നമ്മൾ എന്താ പറയുന്നത്? അയൺ
ലോസ് ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസേഷൻ ലോസസ് ആർ ആബ്സെന്റ് എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആണ്. ഓക്കെ, മെറ്റീരിയലില് ഒരു വേരിയേഷൻ ഇല്ല, അതാണ് ഐഡിയൽ കേസ്. ആൻഡ് ദർ ഇസ് കോൺസ്റ്റന്റ് പെർമിയബിലിറ്റി. യു നോ ദാറ്റ് പെർമിയബിലിറ്റിയും എന്തുണ്ടാവുന്നുണ്ട്? ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. റെസിസ്റ്റൻസ് ഒക്കെ പോലെ തന്നെ പെർമിയബിലിറ്റിയിലും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഏജിങ് കാരണം ചിലപ്പോൾ ആ മെറ്റീരിയലിന് അത്രയും പെർമിയബിലിറ്റി കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ ലോസസ് ഒക്കെ വരുമ്പോൾ ഹീറ്റ് ഒക്കെ കാരണം പെർമിയബിലിറ്റി വേരിയേഷൻസ് ഉണ്ടാവാം അല്ലെ. അപ്പോ ഈ പെർമിയബിലിറ്റി നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത് ഇവിടെ? കോൺസ്റ്റന്റ് പെർമിയബിലിറ്റി. സോ ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ, ദാറ്റ് ഈസ് ഐഡിയൽ കേസ്, 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അവിടെ എന്തൊന്നുമില്ല, വൈൻഡിങ് റെസിസ്റ്റൻസ് ഇല്ല, ലീക്കേജ് ഫ്ലക്സ് ഇല്ല, അയൺ ലോസസ് ഇല്ല, പെർമിയബിലിറ്റി ആണെങ്കിൽ കോൺസ്റ്റന്റും. ഇതെല്ലാം ഡിഫറെന്റ് ആണ് ഇൻ പ്രാക്ടിക്കൽ സെൻസ് അല്ലെ. പ്രാക്ടിക്കൽ കേസിൽ ഇതെല്ലാം ഡിഫറെന്റ് ആണ്. ദാറ്റ് മീൻസ് ദർ ഇസ് ലീക്കേജ് ഫ്ലക്സ് ഉണ്ടാവുന്നുണ്ട്. ദെൻ resistance, winding resistance have to be taken to consideration. Then iron loss is present ആണ്, permeability different ആണ്. അപ്പൊ ഇത്രയും കേസ്, അതായത് ഐഡിയൽ അല്ലാത്ത കേസ് അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങള് ലോസസും എഫിഷ്യൻസിയും ആയിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഏതൊക്കെ അപ്പം ഇത്രയും കാര്യം പറഞ്ഞതില് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഓൾറെഡി പറഞ്ഞു. വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് എ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ? ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എത്രയാണ്? 100% അല്ലെ. അവിടെ ലീക്കേജ് ഫ്ലക്സും ഇല്ല, അയൺ ലോസും ഇല്ല, വൈൻഡിങ് റെസിസ്റ്റൻസും ഇല്ല. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 100%. ബട്ട് പ്രാക്ടിക്കലി നോർമലി നമുക്ക് ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ. അല്ലാതെ അവര് സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് എ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ, റുട്ടീൻ ട്രാൻസ്ഫോമർ ആയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ എന്നൊക്കെ ചോദിച്ചാൽ ദേ മേ ബി ഗിവിംഗ് ആസ് 95 to 98%. ഓക്കെ, അത് മിക്കപ്പോഴും 98% ആണ് നമ്മളുടെ എന്തായിട്ട് പറയുന്നത്? എഫിഷ്യൻസി ആയിട്ട് പറയുന്നത് ഫോർ എ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ. പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ എപ്പോഴും എടുത്തു പറയണമെന്നില്ല, ബിക്കോസ് അതർവൈസ് ഇറ്റ് ഈസ് ഗിവൺ, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ ഐഡിയൽ എന്നുള്ള കണ്ടീഷൻ അപ്ലിക്കബിൾ അല്ല. അപ്പൊ നോർമലി ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൽ എങ്ങനെയാണ്? അപ്പൊ നമുക്കറിയാം പ്രൈമറി സൈഡും ഉണ്ട്, സെക്കൻഡറി സൈഡ്. വാട്ട് ഡു യു മീൻ ബൈ പ്രൈമറി സൈഡ്? സപ്ലൈ കൊടുക്കുന്നത്. സെക്കൻഡറി സൈഡിലാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. കുറച്ച് നേരമായിട്ട് ഞാൻ പറയുന്നുണ്ട് ലോഡിങ് എന്ന് അല്ലെ. അപ്പൊ ഈ ലോഡിങ് ചെയ്യുമ്പം എന്തൊക്കെ വേരിയേഷൻ ആണ് ഒരു ട്രാൻസ്ഫോമറിൽ വരുന്നത്? ഓക്കെ, നോ ലോഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി അതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഐഡിയൽ ട്രാൻസ്ഫോമറും പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറും മനസ്സിലായി. ഐഡിയൽ ട്രാൻസ്ഫോമറിൽ വൈൻഡിങ് റെസിസ്റ്റൻസോ ലീക്കേജ് ഫ്ലക്സോ അയൺ ലോസോ ഒന്നുമില്ല. PSCയുടെ സെൻസിൽ ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ആണ്. നോ ലോഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഫുൾ ലോഡ് കണ്ടീഷൻ അല്ലെങ്കിൽ നിയർലി ഫുൾ ലോഡ്, ഇതൊക്കെ പറയുന്നത് എന്തിന്റെ കേസിലാണ്? നമ്മളുടെ ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിലല്ല, പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിന്റെ കേസിലാണ്. ഓക്കെ, ബട്ട് നോർമലി ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആണ്. ക്ലിയർ? ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ, നിങ്ങൾ ഇക്വലൻസ് ഡയഗ്രം ഒക്കെ വരച്ചിട്ടുണ്ട് അല്ലെ. അപ്പം പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൽ എന്തൊക്കെയുണ്ട്? ലീക്കേജ് ഫ്ലക്സ് ഉണ്ട്, ദെൻ വേറെന്താ ഉള്ളത്? വൈൻഡിങ് റെസിസ്റ്റൻസ് ഉണ്ട്, അയൺ ലോസസ് ഉണ്ട്. അപ്പൊ നോർമലി PSC ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ദ പ്രൈമറി വൈൻഡിങ് അല്ലെ, പ്രൈമറി വൈൻഡിങ്, ഇഫ് യു ആർ ഗിവിംഗ് സപ്ലൈ ടു ദ പ്രൈമറി വൈൻഡിങ്. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ എന്തെന്നാ പറയാ? V1. Okay, V1, suppose it is V1. You are giving a supply voltage to the primary side. Then how the current and voltage in the primary related, or is it lagging or leading? ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. എന്തായിരിക്കും നമ്മുടെ ആൻസർ? ഇവിടെ പ്രൈമറി വൈൻഡിങ്ങില് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? സപ്ലൈ കൊടുക്കുന്നുണ്ട്. സപ്ലൈ കൊടുക്കുമ്പോൾ അവിടെ ഒരു കറണ്ട് ഉണ്ടാവും അല്ലെ, കറണ്ട് ഉണ്ടാവും. ആ കറണ്ടും വോൾട്ടേജും തമ്മിൽ എങ്ങനെ റിലേറ്റഡ് ആവും? ലോഡൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ദാറ്റ് മീൻസ് നോ ലോഡഡ് കണ്ടീഷൻ ആണെങ്കിൽ
ഓക്കെ, ലോഡഡ് കണ്ടീഷൻ ആണെങ്കിലും നോ ലോഡഡ് കണ്ടീഷൻ ആണെങ്കിലും ലോഡഡ് കണ്ടീഷൻ ആകുമ്പോഴത്തേക്കും അതിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ചോദിച്ചേക്കുന്നത് പ്രൈമറി വൈൻഡിങ്ങിൽ ഇഫ് യു ആർ ഗിവിംഗ് എ സപ്ലൈ വോൾട്ടേജ് V, then how V1 and I1 related? Is it lagging or leading? കണ്ണു അടച്ച് പറയാം, it is lagging. അല്ലെ, the current is lagging behind the voltage. അതിൽ സംശയമൊന്നുമില്ലല്ലോ. current is lagging behind the voltage. Why അതിന് സംശയമില്ലാത്തത്? lagging ആണ്. കാരണം this is an inductor. അല്ലേ, നമ്മൾ ഈ കോറിനകത്ത് വൈൻഡ് ചെയ്യാന്ന് പറയുന്നത് അത് എന്താ പാർട്ട്? ഇൻഡക്ടർ ആണ്. ഇൻഡക്ടറിൽ കറണ്ട് എപ്പോഴും വോൾട്ടേജിനെ ലാഗ് ചെയ്യും. ഓക്കെ, സോ ലാഗിങ് ആണ്, സംശയമില്ല. ഇനി എത്രത്തോളം ലാഗ് ചെയ്യും? പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൽ ഈ V1 ഉം I1 ഉം, okay, you can say that it is no load current I0. Okay, നമ്മൾ phasor diagram ഒക്കെ പഠിച്ചിട്ടുണ്ട്. V1 is the supply voltage and I0 is the current through the primary in no load condition. Okay, is it clear? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, okay, the angle between these two, okay, that is 75 degree nearly. 75 degree nearly. Okay, normally ചിലപ്പം അവര് 75 to 80 degree എന്ന് തരും. Okay, or 80 to 85 degree എന്ന് തരും. Clear? എന്തായാലും ഇത് 90 ഡിഗ്രിയും കാട്ടി താഴെയാണ്. മനസ്സിലായോ? 90 ഡിഗ്രിയെ കാട്ടി. ഇനി ഐഡിയൽ കേസ് എടുത്താലോ? ഐഡിയൽ കേസ് എടുത്താല് നമുക്ക് വൈൻഡിങ് റെസിസ്റ്റൻസും ഇല്ല, ലീക്കേജ് ഫ്ലക്സും ഇല്ല. എങ്ങനെയാ വരുന്നത് നമുക്ക് പറയാം. ലീക്കേജ് ഫ്ലക്സും ഇല്ല, ഒന്നുമില്ല, അല്ലേ? സോ യു ക്യാൻ സേ ദാറ്റ് ഇൻ ഐഡിയൽ കേസ് ഇറ്റ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ V1 ഉം I1 ഉം അല്ലെങ്കിൽ V1 ഉം I0 ഉം the no load current is lagging behind the voltage by 90 degree in ideal transformer, and in practical transformer the degree of lagging is 75 degree. Okay, എന്തായാലും lagging ആണ്. കാരണം എന്താണ്? It is an inductor. ഇനി നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ഈ I0-ന് 2 കമ്പോണന്റ് ഉണ്ടായിരിക്കും, അല്ലേ? കളർ മാറ്റി വരച്ചത് കറണ്ട് ആയതുകൊണ്ടാണ്. ഓക്കെ, I0-ന് 2 കമ്പോണന്റ് ഉണ്ട്. യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് I0 sin phi, where phi is the angle, then it is I0 cos phi, right? So here I0 sin phi ഉണ്ട്, I0 cos phi ഉണ്ട്. Okay, you can take it as sin phi 0 and cos phi 0 for referring no load condition. ഇതൊക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. ഇനി I0 sin phi എന്ന് പറഞ്ഞാൽ നോർമലി you are taking it as the magnetizing current. എന്തായിട്ടാ പറയാ? magnetizing current എന്ന് വെച്ചാല് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൽ നിന്നും ഫ്ലക്സ് ഉണ്ടാവാൻ, ഓക്കെ, ഫ്ലക്സ് ഉണ്ടാവാൻ എത്ര കറണ്ട് എടുക്കുന്നുണ്ടോ അതാണ് I0 sin phi. നോർമലി യു ആർ റെപ്രസെന്റിങ് ഇറ്റ് ആസ് IM. ഓക്കെ, സോ I0 sin phi എന്ന് പറഞ്ഞാൽ ദ മാഗ്നറ്റൈസിങ് കറണ്ട് ഇൻ നോ ലോഡ് കണ്ടീഷൻ. ഓക്കെ, ഇനി തിരിച്ച് വാട്ട് ഈസ് I0 cos phi? എന്തുകൊണ്ടാണ് ഇത് 75 ഡിഗ്രി ആവുന്നത്? അതായത് ഇവിടെ നമ്മളൊരു പ്രാക്ടിക്കൽ കേസ് ആണ് എടുക്കുന്നത്, അല്ലെ? പ്രാക്ടിക്കൽ കേസിൽ there is some leakage flux in the core. കോറിലും എന്തുണ്ട്? ലീക്കേജ് ഫ്ലക്സ് ഉണ്ട്. and there is eddy current, that is known as the working component of the working component. I0 cos phi എന്ന് പറയുന്നത് എന്താണെന്നാ പറയുന്നത്? വർക്കിംഗ് കമ്പോണന്റ് to meet the losses in the core. ഇനി എന്താണ് കോറിൽ ഉണ്ടാവുന്ന ലോസസ്? മാഗ്നറ്റിസം ആണ്, അല്ലേ? നമ്മൾ ഫ്ലക്സ് ഉണ്ടാവുകയാണ് കോറിൽ. മാഗ്നറ്റൈസേഷനും ഡിമാഗ്നറ്റൈസേഷനും കാണുന്നുണ്ട്. മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടു there is a eddy current, ചെറിയ സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ട്. കോറിനകത്തും എന്തുണ്ട്? ചെറിയ കറണ്ട് ഉണ്ട്. അതുമൂലം ഉണ്ടാകുന്ന ലോസസ് മീറ്റ് ചെയ്യാനാണ് ആരെടുക്കുന്നത്? വർക്കിംഗ് കമ്പോണന്റ് എടുക്കുന്നത്. മനസ്സിലായോ? സോ IW or വർക്കിംഗ് കമ്പോണന്റ് or I0 cos phi എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ടു മീറ്റ് ദ ലോസസ് ഇൻ ദ കോർ. കോറിൽ ഉണ്ടാവുന്ന ലോസസ് മീറ്റ് ചെയ്യാനാണ് ആരെടുക്കുന്നത്? IW എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ IM എന്ന് പറഞ്ഞാൽ എന്താണ്?
കോർ മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഫ്ലക്സ് ഉണ്ടാവാൻ എടുക്കുന്ന കറണ്ട് ആണ് IM എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഫേസർ സം ആയിരിക്കും നോ ലോഡ് കറണ്ട് I0 എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? I0 is normally the no load current to meet two values. ഏതൊക്കെയാണ്? One is magnetizing current to magnetize the flux producing current, or the second one is the working component IW. Okay, so ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഫേസർ സം ആണ് I0 എന്ന് പറയുന്നത്. ഇനി നോർമലി PSC യിൽ ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ, നോ ലോഡ് കറന്റ് ഈസ് ഹൗ മച്ച് പെർസെന്റേജ് ഓഫ് ദ പെർട്ടിക്കുലർ ഫുൾ ലോഡ് കറന്റ്. ഒരു ട്രാൻസ്ഫോമറിൽ നോ ലോഡ് കറന്റ് എന്ന് പറയുന്നത് ഫുൾ ലോഡ് കറന്റ്, നമ്മൾ എപ്പോൾ ട്രാൻസ്ഫോമർ പറയുന്നത് ഓൺലി വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ. ഓക്കെ, നോ ലോഡ് കറന്റ് ഫുൾ ലോഡ് കറന്റിന്റെ എത്ര പെർസെന്റേജ് ആയിരിക്കും, അല്ലെങ്കിൽ നിയർലി എത്ര പെർസെന്റേജ് ആയിരിക്കും? ഓക്കെ, അപ്പോ നിയർലി എത്ര പെർസെന്റേജ് ആയിരിക്കും എന്ന് വെച്ചാൽ 2 to 5% ഓഫ് ഫുൾ ലോഡ് കറന്റ്. എത്രയാണ്? 2 to 5% ഓഫ് ഫുൾ ലോഡ് കറന്റ്. ഇപ്പൊ നോർമലി 2 to 5% ഓഫ് ഫുൾ ലോഡ് കറന്റ്, ഇപ്പൊ സപ്പോസ് ഒരു ട്രാൻസ്ഫോമറിൽ 14 ആംപിയർ ആണ് ഫുൾ ലോഡ് കറന്റ്. അതായത് what do you mean by full load current? നിങ്ങൾക്ക് ലോഡഡ് കണ്ടീഷനിൽ എത്രത്തോളം ആംപിയർ മീറ്റ് ചെയ്യാൻ പറ്റും ട്രാൻസ്ഫോമറിൽ, അപ്പൊ അതാണ് ഫുൾ ലോഡ് കറന്റ്. അത് ട്രാൻസ്ഫോമറിൽ മാത്രമല്ല എല്ലാ മെഷീൻസിലും ഫുൾ ലോഡ് കറന്റ് എംബഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിന്റെ ഫുൾ ലോഡ് കറന്റിന്റെ 2 to 5% ആണ് എന്തിന് യൂസ് ചെയ്യുന്നത്? നോ ലോഡ് കറന്റ്. നോ ലോഡ് കറന്റ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? one is for magnetizing the core and the other one is for working component, that is to meet the losses in the core. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മാണ് എന്ത്? നോ ലോഡ് കറന്റ്, and that is nearly 75 degree to 90 degree, not 90 degree because equal to 90 degree എന്ന് പറയരുത്. ട്രാൻസ്ഫോമറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡക്ടർ ആണ്. പെർഫെക്റ്റ് ഇൻഡക്ടർ ആവുമ്പോഴാണ് 90 ഡിഗ്രി വിയും ഐയും തമ്മിൽ 90 ഡിഗ്രി ലാഗ് വരുന്നത്, അല്ലെ? കറന്റ് ഈസ് ലാഗിംഗ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി ഇൻ ഐഡിയൽ കേസ്, ബട്ട് ഇൻ പ്രാക്ടിക്കൽ കേസ് ഇറ്റ് ഈസ് നിയർലി 75 ഡിഗ്രി ടു 85 ഡിഗ്രി. ഓക്കെ, ഇതിലാണ് എന്ത് വരുന്നത്? ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 75 ഡിഗ്രി ടു 85 ഡിഗ്രി, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രണ്ട് പാർട്ടും യൂസ് ചെയ്യുന്നത്? എന്തിനൊക്കെയാണ്? വൺ ഈസ് ഫോർ മാഗ്നറ്റൈസിങ് ആൻഡ് അതർ ഈസ് ഫോർ മീറ്റിംഗ് ദി കോർ ലോസസ്. ഇനി ഇവിടുന്ന് 2 to 5% ഓഫ് ഫുൾ ലോഡ് കറന്റ് ആണ് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിലെ നോ ലോഡ് കറന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് എ ലോ പവർ ഫാക്ടർ. ഓക്കെ, പവർ ഫാക്ടർ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. cos 5 വാല്യൂ, അല്ലെ? cos 5 എന്ന് പറയുന്നത് മീൻസ് cos 90. എത്രയാണ് cos 90? ഇവിടുന്ന് 1 0 cos 90 0 ആണ്. അപ്പൊ ആംഗിൾ 75 ഡിഗ്രി ഒക്കെ ആവുന്നുണ്ട്. cos 5 എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് ഈസ് എ ലോ പവർ ഫാക്ടർ. ഇനി ഇവിടുന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞു തരാം. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ നോ ലോഡ് കണ്ടീഷനിൽ ഹൗ ക്യാൻ യു അല്ലെങ്കിൽ ഏത് വാട്ട് മീറ്റർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പവർ മെഷർ ചെയ്യുന്നത്. വാട്ട് മീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? പവർ മെഷർ ചെയ്യുന്നതിനാണ്, അല്ലെ? അപ്പൊ അത് നമുക്കറിയാം. അപ്പൊ പവർ മെഷർ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് വാട്ട് മീറ്റർ വെച്ചിട്ടാണ്? ലോ പവർ ഫാക്ടർ, LPF വെച്ചിട്ടാണ്. നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാവും. LPF വെച്ചിട്ടാണ്, ലോ പവർ ഫാക്ടർ ആയിട്ടുള്ള വാട്ട് മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പവർ മെഷർ ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താണ്? ഇതാണ് റീസൺ. മനസ്സിലായോ? ഇതാണ് റീസൺ. മീൻസ് വോൾട്ടേജ് ഈസ് ലാഗിംഗ് ബിഹൈൻഡ് ദ കറന്റ് ഈസ് ലാഗിംഗ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ 75 ഡിഗ്രി. സോ ദർ ഇസ് എ ലോ പവർ ഫാക്ടർ ആൻഡ് 2 to 5% of full load current is there. Because of that low current and low power factor, we are using LPF watt meter, അല്ലെ? LPF watt meter ആണ് പവർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് നോ ലോഡ് കണ്ടീഷനിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ വർക്കിംഗ് കമ്പോണന്റ് ഉണ്ട്, മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഉണ്ട്, നോ ലോഡ് കറന്റ് ഉണ്ട്. അത് എത്ര ആംഗിൾ മേക്ക് ചെയ്യുന്നു നമുക്കറിയാം. വാട്ട് മീറ്റർ ഏത് ടൈപ്പ് യൂസ് ചെയ്യുന്നു എന്നറിയാം. ആൻഡ് ഫുൾ ലോഡ് കറന്റിന്റെ എത്ര പെർസെന്റേജ് ആണ് നോ ലോഡ് കറന്റ്? 2 to 5%. ഇനി നമുക്ക് ലോഡഡ് കണ്ടീഷനിൽ ട്രാൻസ്ഫോമർ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു നോക്കാം. സോ
ഇത്രയായിരുന്നു നോ ലോഡ് കണ്ടീഷനിൽ ഒരു ട്രാൻസ്ഫോമർ. അപ്പൊ നോ ലോഡ് കണ്ടീഷനിൽ ട്രാൻസ്ഫോമറിന് വലിയ ഹീറ്റ് ലോസ് ഒന്നുമില്ല. ആകെ ഉണ്ടാവുന്ന ലോസസ് ഏതാണ്? അയൺ ലോസസ് ആണ്. നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു, ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് എഡി കറന്റ് ലോസ്, ദാറ്റ് ഇസ് ദ മാഗ്നറ്റൈസിങ് ലോസസ് അല്ലെ. അപ്പൊ അതാണ് നമുക്ക് നോർമൽ ട്രാൻസ്ഫോമറിൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൽ കാണുന്ന രണ്ട് ടൈപ്പ് ലോസസ്. ഇനി നമ്മൾ ഒരു ട്രാൻസ്ഫോമറിനെ ലോഡ് ചെയ്യിക്കുകയാണ്. ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? The secondary side you are giving load. ഇപ്പം നമുക്ക് ചിലപ്പോ ഒരു നമ്മുടെ ഫാൻ, ലൈറ്റ് എല്ലാം അതിനെ നമുക്ക് എന്താ പറയാ? ലോഡ് എന്നാ പറയാ. ലോഡ് കൊടുക്കുവാണ്. അപ്പൊ ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? There is a current flowing. കാരണം secondary is closed അല്ലെ. സെക്കൻഡറി സൈഡ് വെറുതെ ആയാലും നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചാൽ എന്താണ്? ക്ലോസ്ഡ് ആണ്. When secondary is closed, a current I2 flows in the secondary അല്ലെ. ഈ ഒരു സെക്കൻഡറി കൂടെ എന്ത് കറണ്ട് ഫ്ലോ ചെയ്യും? I2 എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഇത്രയും നേരം നമ്മളെടുത്ത് ആകെ ഉണ്ടായിരുന്നത് I1 കറണ്ട് അല്ലെങ്കിൽ I0 ആയിരുന്നു, നോ ലോഡ് കറണ്ട് ആയിരുന്നു. ഇപ്പൊ നോക്കിയപ്പോ I2 ഫ്ലോ ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഈ I2 കാരണം കുറച്ച് കറണ്ട്, ബിക്കോസ് they are magnetically induced അല്ലെ. പ്രൈമറിയിൽ വേരിയേഷൻ ഉണ്ടായാൽ അത് സെക്കൻഡറിയെയും ബാധിക്കും, സെക്കൻഡറിയിൽ കറണ്ട് വേരിയേഷൻ ഉണ്ടായാൽ അത് ആരെയും ബാധിക്കും? പ്രൈമറിയെയും ബാധിക്കും. സോ ദാറ്റ് വിൽ ഇൻഡ്യൂസ് സം വോൾട്ടേജ് ഓർ സം EMF in the primary also. Due to the I2 current, the load current, what happens? It is some flux or some voltage is induced in the primary also, which has an opposition effect ആണ്. കാരണം എന്താ? നമുക്കറിയാം ലെൻസസ് ലോ വെച്ചിട്ട് ആരാണോ കാരണക്കാരൻ അവനെതിരെയായിരിക്കും ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാത്തിനും ഈ പറഞ്ഞ ഫ്ലക്സിനായാലും വോൾട്ടേജിനായാലും EMF-നായാലും ഒക്കെ കാരണം എന്താ? നമ്മൾ കൊടുത്ത V1 ആണ് അല്ലെ. അപ്പൊ ആ V1-ന് ഒപ്പോസ് ചെയ്തിട്ടായിരിക്കും ആര് വരുന്നത്? E2 വരുന്നത് അല്ലെ. E1 is opposition to V1. കാരണം എന്താ? Because it is the cause producing it അല്ലെ. cause ആരാണ്? V1 ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? Definitely there is a variation, there is a regulation. That regulation is known as voltage regulation. എന്തെന്ന് പറയും? voltage regulation. What do you mean by word regulation? regulation എന്ന് പറഞ്ഞാൽ the variation. നേരത്തെ കേസിൽ നോ ലോഡ് ആയിരുന്ന സമയത്ത് എത്ര വോൾട്ടേജ്, ഇപ്പൊ ഇവിടെ നമ്മളൊരു വോൾട്ട് മീറ്റർ കൊടുക്കുവാണെങ്കിൽ V2 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് കിട്ടും അല്ലെ. ആ V2-വിനെയും കാട്ടിയും ഉറപ്പായും കുറവായിരിക്കും എന്ത് കേസിൽ വരുമ്പോ? ഇവിടെ ലോഡ് ചെയ്യുന്ന കണ്ടീഷനിൽ. കാരണം എന്താണ്? ഇൻ ലോഡഡ് കണ്ടീഷൻ the resistance, the leakage etc are increasing due to the influence of I2. നമുക്ക് അതിന്റെ ഡയഗ്രാമോ ഫേസർ ഡയഗ്രാമോ ഒന്നും നമുക്കിപ്പോ ആവശ്യമില്ല, because we are not concentrating on the തിയറി എക്സാമിനല്ല നമ്മൾ നോക്കുന്നത് അല്ലെ. നമുക്ക് അറിയേണ്ട ടേംസ് മാത്രം നമുക്ക് പറഞ്ഞു പോകാം. സോ വോൾട്ടേജ് റെഗുലേഷൻ is the variation of voltage when you are loading. ഓക്കെ, ട്രാൻസ്ഫോമറിനെ ലോഡ് ചെയ്യുമ്പോ വോൾട്ടേജിന് ഉണ്ടാകുന്ന വേരിയേഷൻ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് റെഗുലേഷൻ. നോർമലി ഇറ്റ് ഈസ് വേരിയേഷൻ മീൻസ് V2 മൈനസ് V1 അല്ലെ. V2 എന്ന് പറയുന്നത് ലോഡഡ് കണ്ടീഷനിലുള്ള വോൾട്ടേജ്, ദാറ്റ് ഈസ് ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. V1 എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജ്. ആൻഡ് ദിസ് V2 മൈനസ് V1, വെറുതെ ആണോ ഈ V2 മൈനസ് V1 ഉണ്ടാവുന്നത്? അല്ല, ദാറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി, ദാറ്റ് മീൻസ് ദ ലോഡ് അല്ലെ. ലോഡ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യും. അതൊരു പെർസെന്റേജ് വാല്യൂയിലാക്കി പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ വേരിയേഷൻ ഇൻ ദ പ്രൈമറി സൈഡ്, കാരണം V1-ന് ഒപ്പോസ് ചെയ്തിട്ടാണ് V2 ഉണ്ടാകുന്നത്. അപ്പൊ അതെന്താ മീൻ ചെയ്യുന്നത്? നോ ലോഡ് ആണെങ്കിൽ, സപ്പോസ് നോ ലോഡ് ആണെങ്കിൽ ഈ I2 അവിടെ ഇല്ല അല്ലെ. നോ ലോഡ് ആണെങ്കിൽ ഐഡിയൽ കേസ് പറയുവാണെങ്കിൽ 0 ആയിരിക്കും വോൾട്ടേജ് റെഗുലേഷൻ. ഐഡിയൽ കേസിൽ 0 ആയിരിക്കും നോ ലോഡ് കണ്ടീഷനിൽ വോൾട്ടേജ് റെഗുലേഷൻ. കാരണം എന്താ? നോ ലോഡ് എന്ന് പറയുമ്പം ഇവിടെ ഒരു കണക്ഷനും ഇല്ല അല്ലെ. നമ്മളുടെ സെക്കൻഡറിയുടെ അക്രോസ് ക്ലോസ്ഡ് അല്ല. ഓക്കെ, സോ ക്ലോസ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതിലേക്കൂടെ ആര് പോകില്ല? കറണ്ട് പോവില്ല. വേറെ ടൈപ്പ് ഓഫ് ഡ്യൂ ടു ദാറ്റ് കറണ്ട് നോ ലോസസ് ഇസ് ദെയർ, നോ അയൺ ലോസസ് ഇസ് ദെയർ, ദെൻ V1-ൽ വേരിയേഷൻ ഒന്നും വരുന്നതും ഇല്ല. സോ ദ മാക്സിമം വോൾട്ടേജ് എപ്പോഴായിരിക്കും? നോ ലോഡ് കണ്ടീഷനിൽ.
മനസ്സിലായോ? നോ ലോഡ് കണ്ടീഷനിലായിരിക്കും ദ സെക്കൻഡറി വോൾട്ടേജ് ഈസ് മാക്സിമം. എന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് നോ ലോഡ് കണ്ടീഷനിലാണ് വരുന്നത്. ഇനി നമ്മൾ ലോഡ് കൊടുത്തു തുടങ്ങുമ്പോ എന്ത് സംഭവിക്കും? ലോഡ് കൊടുത്തു തുടങ്ങുമ്പം വേറെ ഒന്നും സംഭവിക്കണ്ട, ഇത്ര മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ ലോഡിന് അക്രോസ് അല്ലെ, ആ ലോഡിന്റെ റെസിസ്റ്റൻസിന്റെ കുറച്ച് ലോസസും കൂടെ ഉണ്ടാവും. എത്ര മാത്രം ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, സോ വെൻ യു ആർ ലോഡിങ്, what happens it is the output voltage, you can say V2 as output voltage, reduces due to the losses in the load current. അല്ലെ, due to the losses because of this load current കാരണം ഉണ്ടാകുന്ന ലോസസ്, അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. അതും കൂടെ ചേർത്ത് എന്തുണ്ടാവും? വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ഓർ ദ ഔട്ട്പുട്ട് ഡിക്രീസസ്. ഇനി ഹൗ മച്ച് ഈസ് ഡിക്രീസ്ഡ്? ഓക്കെ, എത്ര നിങ്ങൾക്ക് ഡിക്രീസ്ഡ് ആയി അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മെഷറിംഗ് ക്വാണ്ടിറ്റി എടുക്കുന്നത്. എന്ത്? വോൾട്ടേജ് റെഗുലേഷൻ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, വോൾട്ടേജ് റെഗുലേഷൻ കൂടുന്നതാണോ കുറയുന്നതാണോ നല്ലത്? വോൾട്ടേജ് കൂടുന്നതാണ് നല്ലത്, ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുന്നതാണ് നല്ലത്. റെഗുലേഷൻ കുറയണം. റെഗുലേഷൻ മീൻസ് വേരിയേഷൻ. നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. റെഗുലേഷൻ മീൻസ് ഫ്ലക്ച്വേഷൻ അല്ലെ, വേരിയേഷൻ കുറയുന്നതല്ലേ എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതാണ് നമുക്ക് നല്ലത്. അപ്പൊ ഫുൾ ലോഡ് കണ്ടീഷനിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കും? വോൾട്ടേജിൽ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേഷൻ. അപ്പൊ നോ ലോഡ് കണ്ടീഷനിലാണ് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പാർട്ടിൽ നിന്ന് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി എന്നാലേ നമുക്ക് അടുത്തത് എഫിഷ്യൻസിയിലേക്കും ലോസസിലേക്കും വരാൻ പറ്റുള്ളൂ. അപ്പൊ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്ന ടേം എന്താ മീൻ ചെയ്യുന്നത്? ദ വേരിയേഷൻ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ് കണ്ടീഷൻ. എന്തുകൊണ്ടാണ് വോൾട്ടേജ് റെഗുലേഷൻ നടക്കുന്നത്? ബിക്കോസ് വെൻ യു ആർ ക്ലോസിംഗ് ദ സെക്കൻഡറി ക്ലോസ് ചെയ്യുമ്പോഴേക്കും there is a current flowing in the secondary, and due to that current there is an influence in the output voltage, or due to that current there are some losses in the voltage drop in the secondary, and because of that the regulation increases, വേരിയേഷൻ ഇൻക്രീസസ്. മനസ്സിലായല്ലോ? അപ്പം നോ ലോഡിൽ നല്ല വോൾട്ടേജ് ഉണ്ടായിരുന്നു, ലോഡ് കൂട്ടിക്കൊടുക്കും തോറും വോൾട്ടേജ് എന്തായി? കുറഞ്ഞു, അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേഷൻ കൂടി. അപ്പൊ കുറയുന്നതാണ്, അല്ലെങ്കിൽ വേരിയേഷൻ കുറയുന്നതാണ് നല്ലത്. അപ്പം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇസ് ഇറ്റ് ഗുഡ് ഫോർ ട്രാൻസ്ഫോർമർ? ഔട്ട്പുട്ടിന് ഇത് വരുമ്പോഴത്തേക്കും ഏതാണ് ഗുഡ്, ഏതാണ്? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതാണ്, പക്ഷെ വോൾട്ടേജ് റെഗുലേഷൻ ഡിക്രീസ് ചെയ്യുന്നതാണ്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുക, യു ആർ ലോഡിങ് എ ട്രാൻസ്ഫോമർ, വോൾട്ടേജ് റെഗുലേഷൻ ഇൻക്രീസസ് ഓർ ഡിക്രീസസ്? അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ലോഡ് കൂടും തോറും വോൾട്ടേജ് ഡ്രോപ്പ് കൂടുമ്പോൾ വേരിയേഷൻ അല്ലെങ്കിൽ വോൾട്ടേജ് കുറയും അല്ലെ, വേരിയേഷൻ ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ പറഞ്ഞ്? അപ്പൊ ആ രീതിക്ക് ചിന്തിച്ചാല് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നോ ദി ബേസ് കോൺസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ടും നമുക്കൊരു ട്രാൻസ്ഫോമറിന്റെ അല്ല, ഏതൊരു മെഷീൻ ആയാലും ഏതൊരു എക്യുപ്മെന്റ് ആയാലും നമ്മൾ പറയുന്ന ഒരു ടേം ഉണ്ട്. എന്താ നമ്മൾ പറയുന്ന ടേം? എഫിഷ്യൻസി. ദിസ് transformer or this machine is how much efficient. നമ്മൾ നേരത്തെ കണ്ടു 98% എഫിഷ്യന്റ് ആണ്. അതിന് രണ്ട് റീസൺസ് നമ്മൾ പറഞ്ഞു. ട്രാൻസ്ഫോമർ 98% എഫിഷ്യന്റ് ആവാനുള്ള കാരണം എന്താണ്? നോ ലോഡ് കണ്ടീഷനിൽ വളരെ കുറച്ച് ലോസസ്, മാഗ്നറ്റൈസിങ് ലോസസ് മാത്രമേ നമ്മളുടെ ഉണ്ടാവുന്നുള്ളൂ. ആൻഡ് വെരി വെരി ഇമ്പോർട്ടന്റ്, frictional and vintage loss is absent here. എന്തോ frictional loss? നിങ്ങൾ നോർമലി DC മെഷീൻസും AC മെഷീൻസും ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് പറയും there is friction. What do you mean by friction? നമുക്ക് മൂവിംഗ് പാർട്സ് ഉണ്ട് അല്ലെ, DC മെഷീൻസിലായാലും AC മെഷീൻസിലായാലും ആർമേച്ചർ ഉണ്ട്, റോട്ടർ ഉണ്ട്. സോ whenever there is moving part there is frictional loss. മൂവിംഗ് പാർട്സ് ഉള്ളപ്പോൾ അവിടെ എന്തുണ്ടാവും? മെക്കാനിക്കൽ ലോസ് ആയ ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും. എന്ന് മാത്രമല്ല എയറിനെ അത് കോണ്ടാക്ട് ചെയ്യും അല്ലെ, എയറിലൂടെ അല്ലേ ഇത് കിടന്ന് കറങ്ങുന്നേ. സോ there is air friction loss which is known as vintage loss. അപ്പൊ ഫ്രിക്ഷണൽ ലോസും വിന്റേജ് ലോസും എന്ന് വെച്ചാൽ one is
നോർമൽ ഫ്രിക്ഷൻ ലോസ്, മറ്റേത് എയർ ഫ്രിക്ഷൻ ലോസ്. ഇത് രണ്ടും ഇല്ല ആരില്? ട്രാൻസ്ഫോമറിൽ. ഇവിടെ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യുന്ന ഇത് മാത്രമേ ഉള്ളൂ അല്ലെ? ബിക്കോസ് ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആയതുകൊണ്ടാണ് 98% എഫിഷ്യന്റ് ആയിട്ട് ആരെ നമുക്ക് കണക്കാക്കാവുന്നത്? ട്രാൻസ്ഫോമറിനെ കണക്ട് നിയർലി 98%. അപ്പൊ അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഇവിടുന്ന് കിട്ടാം. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. നോർമലി ദ മെഷീൻസ് ആർ റേറ്റഡ് ഇൻ കിലോവാട്ട്, ബട്ട് ദ ട്രാൻസ്ഫോമർ റേറ്റിംഗ് ഈസ് ടേക്കൺ ടു ബി ഇൻ KVA. വൈ? ഓക്കെ, നോർമലി നമ്മൾ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് പറയുന്നത് KVA-യിലും നോർമൽ മെഷീൻസിന്റെ റേറ്റിംഗ് പറയുന്നത് കിലോവാട്ടിലുമാണ്. വൈ? എന്താ കിലോവാട്ട് എന്ന് പറഞ്ഞാ? യു നോ ദാറ്റ് പവർ ഇക്വേഷൻ VI cos phi. What is KVI? VI only. അപ്പൊ എന്തുകൊണ്ടാണ് VI എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോൾട്ടിനും ആംപിയറിനും മാത്രം നമ്മൾ എന്തിനു പറയുന്നത്? ട്രാൻസ്ഫോമറിനെ പറയുന്നത്. ഓക്കെ, രണ്ട് റീസൺ ആണ്. എന്ത് റീസൺ ആണ്? നോർമലി ദ ട്രാൻസ്ഫോമർ ഇസ് എ സ്റ്റാറ്റിക് ഡിവൈസ് ആൻഡ് ദ ലോസസ് meant for that അല്ലെ? അല്ലെങ്കിൽ ലോസസ് എന്ന് പറയുന്നത് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? വോൾട്ടേജിനെയും കറണ്ടിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എവിടെ? ആർക്ക്? ട്രാൻസ്ഫോമറിന് അല്ലെ? ട്രാൻസ്ഫോമറിന്റെ കേസിൽ hence there is no running part അല്ലെ? റണ്ണിംഗ് പാർട്ട് ഉള്ളപ്പോ എന്താ സംഭവിക്കുക? phi is also changing. ഇവിടെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് വോൾട്ടേജിനെ the losses meant അല്ലെ? ട്രാൻസ്ഫോമറിന്റെ ലോസസ് എന്താ? മാഗ്നറ്റൈസിങ് ലോസസ് ആണ്. വോൾട്ടേജിനെയും കറണ്ടിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. IM മാഗ്നറ്റൈസിങ് ലോസ് ആണ്. IW ഇത് ഹിസ്റ്ററിസിസ് ലോസും എഡി കറന്റ് ലോസും. ദെൻ സെക്കൻഡറി ലോഡഡ് ആണെങ്കിൽ പോലും ലോഡ് ചെയ്യുന്നതിൽ ഏത് ലോസസ് മാത്രമേ ഉള്ളൂ? കോപ്പർ ലോസസ് മാത്രമേ ഉള്ളൂ. ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് ഈസ് ആബ്സെന്റ് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്ഫോമർ. ഹെൻസ് the losses meant to transformer depends on voltage and current. That is why the transformer is taken to be in KVA rating instead of kilowatt. അല്ലെ? കിലോവാട്ടിൽ പറയാതെ KVA റേറ്റിംഗിൽ, വോൾട്ട് ആംപിയർ റേറ്റിംഗിൽ പറയാനുള്ള റീസൺ ഇതാണ്. ഇതും മുന്നേ ചോദിച്ചിട്ടുണ്ട്. ദ റീസൺ ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് KVA ആൻഡ് KW ഡിഫറൻസ് അല്ലെ? KW എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് ആണ്, നിങ്ങൾക്കറിയാം. അത് ആക്റ്റീവ് പവർ ആണ് അല്ലെ? KVA എന്ന് പറയുന്നത് എന്ത് പവർ ആണ്? അപ്പാരന്റ് പവർ ആണ്, ടോട്ടൽ പവർ ആണ്. അപ്പൊ നോർമലി ട്രാൻസ്ഫോമർ KVA-യിലാണ് റേറ്റ് ചെയ്യുന്നത്. സോ അതും ഇവിടുന്ന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ റേറ്റിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഒരു ട്രാൻസ്ഫോമറിന്റെ ആവട്ടെ ഏതൊരു മെഷീന്റെ ആവട്ടെ നമ്മൾ എപ്പോഴും ഒരു ക്വാണ്ടൈസേഷൻ അല്ലെ? എപ്പോഴും നമ്മൾ ആ ഒരു മെഷീന് വെക്കുന്നത് എഫിഷ്യൻസി എന്നുള്ള ടേമിലാണ്. എഫിഷ്യൻസി. ഓക്കെ, എഫിഷ്യൻസി എന്ന് പറയുന്ന ടേമിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ ടെസ്റ്റേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ടെസ്റ്റുകൾ നടത്തുന്നത്? ടു ഫൈൻഡിങ് ഔട്ട് ദ വോൾട്ടേജ് റെഗുലേഷൻ ആൻഡ് എഫിഷ്യൻസി. That means to analyze the performance of transformer, we are conducting so many tests for finding the efficiency and voltage regulation. Performance of a transformer അല്ലെങ്കിൽ performance of a machine എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യൻസിയിലും വോൾട്ടേജ് റെഗുലേഷനിലും ഉണ്ടാവുന്ന വേരിയേഷൻ ആണ്. ഇനി എന്താണ് എഫിഷ്യൻസി? You know that efficiency is അല്ലെ? നമ്മൾ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഗെയിൻ എന്ന് പറയും, ഇലക്ട്രിക്കൽ ആണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയും അല്ലെ? ഗെയിൻ എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. സിമിലർലി എഫിഷ്യൻസി ഈസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചോദിക്കാം, എന്താണ് ഈ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ നമ്മൾ കണ്ടു വോൾട്ടേജ് നമ്മൾ പ്രൈമറി സൈഡിൽ കൊടുത്തു, ഒരു കറണ്ട് ഉണ്ടായി, അവിടെ ഒരു ഇൻപുട്ട് പവർ ഉണ്ട് അല്ലെ? V/I എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് പവർ ഉണ്ട്. ആൻഡ് വാട്ട് ഹാപ്പൻസ് വെൻ ദ secondary side, even if it is open or closed, കുറച്ചൊക്കെ മിസ് ചെയ്തിട്ട് അല്ലേ? നമുക്കറിയാം നോ ലോഡ് കറണ്ട് ഈസ് ഓൾസോ ദെയർ. 2 to 5% ഓഫ് ഫുൾ ലോഡ് കറണ്ട് ആണെന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. അപ്പം കറണ്ടും വോൾട്ടേജും ഉണ്ടെങ്കിൽ അവിടെ ഒരു പവർ ഉണ്ടാവും അല്ലെ? അപ്പൊ ആ പവർ എത്രത്തോളം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്? V2 I2 അല്ലെ? അതിനെയാണ്
എത്ര ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ എത്ര ഇൻപുട്ട്, അതാണ് നമ്മൾ നോർമലി എന്ന് പറയാ എഫിഷ്യൻസി. അപ്പം ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിലേക്ക് വരുമ്പോ എന്താണ് വഴിയിൽ സംഭവിക്കുന്നത്? ലോസസ് അല്ലെ? ഡെഫിനറ്റ്ലി ഇൻപുട്ട്, വി ആർ ട്രാവലിംഗ് ഫ്രം ഇൻപുട്ട് അല്ലെ? ഇൻപുട്ട് കൊടുത്തു, നമുക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ട് കിട്ടി. ഇതിന്റെ ഇടയിൽ എന്തുണ്ടാവും? ലോസസ് ഉണ്ടാവും അല്ലെ? ലോസസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. സോ നോർമലി ഇൻ ഓൾ ദ മെഷീൻസ് യു ആർ ടേക്കിംഗ് എഫിഷ്യൻസി ആസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇൻപുട്ട് മൈനസ് ലോസസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് അല്ലെ? ഔട്ട്പുട്ടിനെ എങ്ങനെ എഴുതാം? ഇൻപുട്ട് മൈനസ് ലോസസ് എന്ന് എഴുതാം. ഇനി അതുമല്ലാതെ നിങ്ങൾക്ക് എന്തെഴുതാം? ഔട്ട്പുട്ട് പ്ലസ് ലോസസ് ഔട്ട്പുട്ട്, ഇങ്ങനെയും എഴുതാം അല്ലെ? അപ്പം ഇത് മൂന്നും നമുക്ക് നോർമലി എന്തിൽ കാണുന്നതാണ്? എല്ലാ മെഷീനിലും കാണുന്ന എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമറിലേക്ക് വരാം. ഇവിടെ ഏതൊക്കെ ലോസസ് ഉണ്ട്? നോ ലോഡ് ആയപ്പോ കുറച്ച് ലോസസ് നമ്മൾ കണ്ടു. ഏതൊക്കെയാ? ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് എഡി കറന്റ് ലോസ്. ഹിസ്റ്ററിസിസ് ലോസ് എന്തുകൊണ്ടായിരുന്നു ഉണ്ടാവുന്നത്? കോറിന്റെ മാഗ്നറ്റൈസേഷൻ അല്ലെ? ദെൻ എഡി കറന്റ് ലോസ് എന്തുകൊണ്ടായിരുന്നു? ആ മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത് സ്മോൾ സർക്കുലേറ്റിംഗ് കറന്റ് ഡ്യൂ ടു ദ മെറ്റീരിയൽ അല്ലെ? മെറ്റീരിയൽ കൊണ്ട് ചെറിയ സർക്കുലേറ്റിംഗ് കറന്റ്, ദാറ്റ് ഈസ് ഓൾസോ മാഗ്നറ്റൈസിങ് മെറ്റീരിയൽ, അതുകൊണ്ടുണ്ടാവുന്ന സർക്കുലേറ്റിംഗ് കറന്റ് വെച്ചിട്ട് ആ ചെറിയൊരു I²R ലോസസ് ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് എന്ത് ലോസ് എന്ന് പറഞ്ഞത്? എഡി കറന്റ് ലോസ്. സോ ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് എഡി കറന്റ് ലോസസ് ആർ നോൺ ആസ് നോ ലോഡ് ലോസസ് അല്ലെ? നോ ലോഡ് ലോസസ്. അപ്പൊ ഒരു ലോഡും കൊടുത്തില്ല എങ്കിലും എന്തുണ്ടാവും? ഈ ഹിസ്റ്ററിസിസ് ലോസസും ഉണ്ടാവും, എഡി കറന്റ് ലോസസും ഉണ്ടാവും. ആൻഡ് ലോഡ് ചെയ്യുമ്പോ എന്തുണ്ടാവും? കോപ്പർ ലോസും ഉണ്ടാവും. കാരണം എന്താ? ലോഡ് ചെയ്യുന്ന സമയത്ത് I2 കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ? ആ I2 കറന്റ് കൊണ്ട് എന്തുണ്ടാവും? കോപ്പർ ലോസസ് ഉണ്ടാവും. അപ്പൊ നോ ലോഡ് ലോസസ് ഓർ ദ മാഗ്നറ്റൈസിങ് ലോസസ് എന്നൊക്കെ പറയുന്നത് ആരെയാണ്? അയൺ ലോസിനെയാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് അയൺ ലോസ് ഈസ് ടേക്കൺ ടു ബി കോൺസ്റ്റന്റ്. കാരണം ഒരു തവണ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്ര നോ ലോഡ് ആണെങ്കിലും ഇവിടെ അയൺ ലോസ് ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ നോ ലോഡ് ലോസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ എന്ത് ലോസ് എന്ന് പറയും? കോൺസ്റ്റന്റ് ലോസ് എന്ന് പറയും. So iron loss is known as constant loss. Why? Because it is the magnetizing loss. Even if it is in no load condition, transformer no load condition ആണെങ്കിലും എന്തുണ്ടാവുന്നുണ്ട്? മാഗ്നറ്റൈസിംഗ് ലോസ് ഉണ്ടാവുന്നുണ്ട്. So you can say that no load loss or iron loss is constant loss. അപ്പൊ പിന്നെ ആരാ വേരിയബിൾ ലോസ്? നമ്മൾ ലോഡ് കൊടുക്കും. ലോഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ കറണ്ട് വരുന്നുണ്ട് അവിടെ അല്ലെ? there is I²R losses because of the winding resistance. winding റെസിസ്റ്റൻസും കൊണ്ടുണ്ടാവുന്ന ലോസസ് ആണ് കോപ്പർ ലോസസ്. നോർമലി എല്ലാ മെഷീനിലും നമ്മൾ പഠിക്കുന്ന പോലെ കോപ്പർ ലോസ് ഈസ് I²R ലോസസ്. ഇനി ലോഡ് കൂടുക എന്ന് പറഞ്ഞാൽ കറണ്ട് കൂടി, ലോഡ് കുറയുക കറണ്ട് കുറഞ്ഞു എന്ന് വെച്ചാൽ I²R will depend upon the load condition. Okay, so you can take it as copper loss as variable loss. ഇത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇത് ആപ്ലിക്കബിൾ ആണ്. കോൺസ്റ്റന്റ് ലോസ് ആൻഡ് വേരിയബിൾ ലോസ്. സോ നോ ലോഡ് ലോസസ് ഓർ അയൺ ലോസസ് ആർ മാഗ്നറ്റൈസിംഗ് ലോസസ് ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ടു ബി ദ കോൺസ്റ്റന്റ് ലോസ്, ആൻഡ് കോപ്പർ ലോസ് ഇസ് നോൺ ആസ് വേരിയബിൾ ലോസ് വിച്ച് ഇസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ലോഡ് കറന്റ്. ലോഡ് കറന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? വേരിയബിൾ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് എഫിഷ്യൻസി. Here the condition for maximum efficiency in a transformer അല്ലെ? ഒരു ട്രാൻസ്ഫോമറിന്റെ മാക്സിമം എഫിഷ്യൻസി. വൺ കണ്ടീഷൻ യു നോ ദാറ്റ് when it is at no load condition എപ്പോഴും എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഇനി ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിന്റെ അല്ലെങ്കിൽ ഒരു പവർ ട്രാൻസ്ഫോമറിന്റെ കേസിൽ മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണ് വരുന്നത്?